നെന്മാറ ഇരട്ടക്കൊലപാതകത്തിലെ പോലീസ് വീഴ്ചയിൽ ADGP മനോജ് എബ്രഹാം റിപ്പോർട്ട് തേടിയിരിക്കുന്നു. പാലക്കാട് SP-യോടാണ് അദ്ദേഹം റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. പ്രതി ചെന്താമര ജാമ്യ വ്യവസ്ഥ ലംഘിച്ചതിൽ നടപടിയെടുക്കാത്തതാണ് ഈ ഇടപെടലിന് കാരണം. വിവരങ്ങളുമായി സലീം മാലിക് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. സലീം, ഈ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് റിപ്പോർട്ട് ചോദിച്ചാൽ എന്തൊക്കെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്? മാത്രമല്ല, ഇത്തരം സംഭവങ്ങൾ മറ്റുള്ള പോലീസ് സ്റ്റേഷനുകളിൽ ആവർത്തിക്കാതിരിക്കാനുള്ള നീക്കങ്ങൾ പോലീസ് സംവിധാനത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് ഈ പോത്തുണ്ടിയിലെ ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര വീഴ്ച എന്നുള്ള വിമർശനം പല കോണിൽ നിന്ന് ഉയരുന്നുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ADGP മനോജ് എബ്രഹാം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. നാളെ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാണ് പാലക്കാട് SP-ക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതിൽ നെന്മാറ പോലീസിന് ഗുരുതരമായ വീഴ്ച ഇതുമായി ബന്ധപ്പെട്ട് പറ്റി എന്നുള്ളതാണ് ADGP-യുടെ ഉൾപ്പെടെയുള്ള പോലീസ് സേനയുടെ മുഴുവൻ വിലയിരുത്തൽ. കാരണം ഈ 2019 കൊലപാതകത്തിന് ശേഷം 2022 ജാമ്യത്തിൽ ഇറങ്ങിയ ചെന്താമരയ്ക്ക് കർശന ജാമ്യ ഉപാധികൾ ഉണ്ടായിരുന്നു. നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കുകയേ ചെയ്യരുത് എന്നുള്ളതായിരുന്നു ആ ജാമ്യ ഉപാധി. അതിനുശേഷം 2023 കോടതി ഇടപെട്ട് അത് നെന്മാറ പഞ്ചായത്തിൽ മാത്രം പ്രവേശിക്കരുത് എന്ന ഉപാധി ചുരുക്കിയിരുന്നു. അതിനുശേഷവും അതേ പഞ്ചായത്തിൽ തന്നെ ചെന്താമര താമസം ആരംഭിച്ചു. അത് പലതവണ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ജാമ്യ ഉപാധികൾ ലംഘിച്ചു എന്നതിന്റെ പേരിൽ പോലീസ് ആ ജാമ്യം റദ്ദാക്കാനുള്ള ഒരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല. എവിടേക്കും കോടതിയെ സമീപിക്കുകയോ ഏതെങ്കിലും നിലയിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷനോ ഉണ്ടായില്ല എന്നുള്ളതാണ് പരാതി. മാത്രമല്ല, അതിനുശേഷം ഈ വീട്ടുകാർക്ക് തന്നെ, അതായത് നെന്മാറ പോത്തുണ്ടി സ്വദേശിയായ മീനാക്ഷി, മകൻ സുധാകരൻ എന്നിവർക്ക് ഈ ഭീഷണി ഉണ്ടായിരുന്നു. പ്രതി നിരന്തരമായി ഭീഷണിപ്പെടുത്തി എന്ന് പോലീസിൽ തന്നെ പരാതി നൽകിയതാണ്. അതിലും പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചില്ല. ഈ ഭീഷണി പോലീസ് കാര്യമായി ഗൗരവത്തിലെടുത്തതുമില്ല. അതും ജാമ്യ വ്യവസ്ഥയിൽ അതേ പഞ്ചായത്തിൽ താമസിക്കരുത്, കയറരുത് എന്ന് പറഞ്ഞ ഒരു പ്രതി അവിടെ കയറുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടും അതിലൊരു പരാതി ഉയർന്നിട്ടും നെന്മാറ പോലീസ് അനങ്ങിയില്ല എന്നുള്ളതാണ് പരാതി. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പോലീസ് വീഴ്ചകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ADGP മനോജ് എബ്രഹാം അതുമായി ബന്ധപ്പെട്ടൊരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. SK